സഹോദരന്മാരെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും സൂക്ഷിച്ചും പാലിച്ചും ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അവന്റെ തഖ്വയുള്ള അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ വേഗത്തിൽ സമയം കടന്നുപോകുകയാണ്. രാവുകൾ പകലുകളാകുന്നു, പകലുകൾ രാവുകൾക്ക് വഴിമാറുന്നു. എത്ര പെട്ടെന്നാണ് സമയം നമ്മിലൂടെ കടന്നു പോകുന്നത് എന്ന് നമ്മളൊന്ന് ചെറുതായി അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചപ്പോ എന്നാണ് 2024 തുടങ്ങിയത്, എപ്പോഴാണ് അത് അവസാനിച്ചത് എന്ന് നമ്മൾ ആത്മഗതം പറയുന്നുണ്ടാവും. ഒരു വർഷം വേഗം കടന്നുപോയി. പുതിയ ഒരു വർഷം നമ്മിലേക്ക് കടന്നു വന്നപ്പോ നമ്മുടെ വീട്ടിലെ കലണ്ടർ മാറ്റിവെച്ചപ്പോ, നമ്മുടെ ഫോണിലെ സമയത്തോടൊപ്പം കാണിക്കുന്ന വർഷം അതിലൊരക്കം കൂടിയപ്പോ നമ്മുടെ മനസ്സിലുണ്ടാക്കിയ ചിന്ത എന്താണ്? നമ്മുടെ മനസ്സിലൂടെ കടന്നുപോയ ആലോചനകൾ എന്താണ്? അതല്ല, പ്രത്യേകിച്ച് ഒന്നിനെക്കുറിച്ചും ആലോചിക്കാതെ ചിന്തിക്കാതെ മറ്റൊരു സാധാരണത്തേതുപോലെ മറ്റൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണോ ചെയ്തത്? യഥാർത്ഥത്തിൽ നമ്മളൊരു ഒഴുക്കിലാണ്. ആ ഒഴുക്കിൽ ഇങ്ങനെ ഒഴുകിപ്പോവുക. ചില യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാൻ, ചില തിരുത്തലുകൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ നമ്മളൊന്ന് മാറി നിന്ന് ചിന്തിക്കണം. ഒന്ന് മാറി നിന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തണം. എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ എന്താണ് ചെയ്യുന്നത്? എന്നെ എങ്ങനെയാണ് ബാധിക്കുക? ഇത് എന്നെ ഏത് രൂപത്തിലാണ് ഇതിന്റെ ഒരു പര്യവസാനം ഉണ്ടാവുക? ഇതിന്റെ ഒരു ആഖിബത്ത് സംഭവിക്കുക? എപ്പോഴെങ്കിലും ഒന്ന് മാറി നിന്ന് ചിന്തിക്കാൻ, ഏതാനും മിനിറ്റുകൾ ചെലവഴിക്കാൻ ഒരു മനുഷ്യൻ തയ്യാറാവുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പുതിയതായി കൊണ്ടുവരാൻ സാധിക്കും. പഴയതിനെ ഒരുപാട് കാര്യങ്ങളെ നമുക്ക് കൈയൊഴിയാൻ കഴിയും. പക്ഷെ പലപ്പോഴും അതുണ്ടാകുന്നില്ല. പലപ്പോഴും പറയാറുള്ളത് പോലെ നമ്മളെല്ലാത്തിനെയും ഒരു ആഘോഷത്തിന്റെ മനസ്സോടുകൂടി, ഒരു വലിയ ഉത്സവത്തിന്റെ പ്രതീതിയോടുകൂടി സമീപിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പൊ നമുക്കൊരു പുതിയ വർഷം മാറുമ്പോ അന്ന് രാത്രി 12 തികയാനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അന്നത്തെ രാത്രിയുടെ 12 മണി തീരാൻ എല്ലാവരും കാത്തിരിക്കണം. അതിന്റെ അടുത്ത ഒരു സെക്കൻഡിലേക്ക് പ്രവേശിക്കുമ്പോ ലോകത്ത് മുഴുവൻ സംഭവിച്ചത് വലിയ ആഘോഷത്തിന്റെ ആർപ്പുവിളികളാണ്. വലിയ സംഗീത പരിപാടികൾ സംഘടിപ്പിക്കുന്നു. വലിയ രൂപത്തിലുള്ള കരിമരുന്ന് പ്രയോഗങ്ങൾ ഉണ്ടാകുന്നു. ചില ആളുകൾ ലഹരിയിൽ ആർമാദിക്കുന്നു. കേരളത്തിൽ കോടിക്കണക്കിന് രൂപയുടെ ലഹരി അന്ന് വിറ്റു തീർന്നു എന്ന കണക്ക് അടുത്ത ദിവസം നമ്മൾ വായിക്കുന്നു. അതിനുവേണ്ടി ഉറക്കമൊഴിച്ചിരുന്ന് അതൊരു വലിയ സംഭവമായി ആഘോഷിക്കുന്ന ഒരു രീതിയാണ്. യഥാർത്ഥത്തിൽ ഇതിൽ എന്ത് കാര്യമാണുള്ളത്? ആ സമയം വരെ കാത്തിരിക്കുമ്പോൾ അത് മനുഷ്യനുണ്ടാക്കിയ ഒരു ടൈം സോൺ. ലോകത്ത് 26 ടൈം സോണുകൾ ഉണ്ട് എന്നാ പറയാം. ഓരോ രാജ്യത്തും ഒരേ സമയമല്ല, എല്ലാ രാജ്യത്തും ഒരേ സമയമല്ല. ചില രാജ്യത്ത് തന്നെ 2 ടൈം സോണുകൾ ഉണ്ടാവും. നമുക്ക് അടുത്ത് പരിചയമുള്ള ഒരു രാജ്യമായിരിക്കും സൗദി അറേബ്യ. അവിടെ തന്നെ 2 ഭാഗത്ത് 2 സമയമായിരിക്കും. മറ്റു പല രാജ്യങ്ങളും, അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ഒരു രാജ്യത്ത് തന്നെ മണിക്കൂറുകൾ വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ നിർണയിച്ചു വെച്ച ടൈം സോണിലെ 12 മണിയാകുമ്പോൾ ഒരു പുതിയ വർഷം മാറുന്നു എന്നൊക്കെ ചിന്തിച്ച് അത് വലിയ ആഘോഷമാക്കി മാറ്റുന്ന, ഒട്ടും കാര്യമില്ലാത്ത, തീർത്തും നിരർത്ഥകമായ ഒരു രീതിയിലാണ് നമ്മൾ ഇതിനൊക്കെ കാണാറുള്ളത്.
നമ്മൾ മനസ്സിലാക്കേണ്ടത്, യഥാർത്ഥത്തിൽ ഒരു പുതിയ വർഷത്തിലേക്ക് കഴിയുമ്പോൾ വരാനിരിക്കുന്ന വർഷത്തിന്റെ സന്തോഷത്തിനപ്പുറം കഴിഞ്ഞുപോയ ഒരു വർഷത്തെ കുറിച്ചല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. കയ്യിലുള്ള വിഭവങ്ങൾ കുറയുമ്പോൾ മനുഷ്യന് സന്തോഷമാണോ ആശങ്കയാണോ ഉണ്ടാകേണ്ടത്? ഒരാളുടെ കയ്യിൽ അയാൾക്ക് ഒരു വരുമാനമില്ല, ഒരു 10 കൊല്ലം ജീവിക്കാനുള്ള ബാങ്ക് ബാലൻസ് ഉണ്ട്. അതിൽ നിന്ന് 1 രൂപ കുറയുമ്പോൾ അയാളുടെ ഉള്ളിലുണ്ടാകുന്നത് എന്തായിരിക്കും? ഒരാളൊരു യാത്രയിലാണ്, ദീർഘമായ യാത്രയിലാണ്, അയാളുടെ കയ്യിൽ കുറച്ച് പണമുണ്ട്. ആ യാത്ര ഒരു 2 മാസം നീണ്ടു നിൽക്കുന്ന 2 മാസം യാത്ര ചെയ്ത് വീട്ടിൽ തിരിച്ചെത്താനുള്ള പണമാണ് ഉണ്ടാകുന്നത്. തന്റെ യാത്രക്കിടയിൽ പ്രതീക്ഷിക്കാത്ത ഒരു ചെലവ് വന്നാൽ, 1000 രൂപ അപ്രതീക്ഷിതമായ ചെലവ് വന്നാൽ അയാളുടെ ഉള്ളിലുണ്ടാകുന്ന വികാരം എന്തായിരിക്കും? സന്തോഷമാണോ? അതല്ല ആശങ്കയാണോ? ഒരു പേടിയായിരിക്കും അല്ലേ? വീട്ടിൽ കരുതി വെച്ച ഭക്ഷണ സാധനങ്ങൾ ഒരു വളരെ സാധാരണക്കാരൻ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ 1 മാസത്തേക്കുള്ള അരി വാങ്ങി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറയുമ്പോൾ 1 മാസത്തേക്ക് എത്തൂലേന്ന് തോന്നുമ്പോൾ ഒരാളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന വേദന എന്തായിരിക്കും? ഞാൻ പറഞ്ഞ സുഹൃത്തുക്കളെ, അതിനോട് പോലും താരതമ്യം ചെയ്യാൻ കഴിയാത്തതാണ് മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത്. ആയുസ് എത്രയുണ്ട് മനുഷ്യന്റെ കയ്യിൽ? യാത്രക്കിടയിൽ നമ്മൾ കരുതിയ കണക്ക്, പണത്തിനൊരു കണക്ക് നമ്മുടെ അടുത്തുണ്ടാകും. വീട്ടിൽ നമ്മൾ കരുതി വെച്ച ഭക്ഷണ സാമഗ്രികൾക്ക് നമ്മുടെ കയ്യിൽ ഒരു കണക്കുണ്ടാകും. ബാങ്കിലുള്ള നമ്മുടെ ബാലൻസ് ഏത് സമയവും നോക്കാനുള്ള ഓൺലൈൻ സംവിധാനങ്ങളോ മൊബൈൽ ആപ്പുകളോ നമ്മുടെ കയ്യിലുണ്ടാകും. ഒരു SMS കൂടെ ചിലപ്പോൾ ബാലൻസ് കിട്ടും. ആയുസിന്റെ കണക്ക് എവിടെ നിന്ന് കിട്ടും? എപ്പോഴും മനുഷ്യൻ ചിന്തിക്കുന്ന ഇത് അനന്തമാണ് എന്ന് വിചാരിക്കാനാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്. ഇത് അനന്തമാണ് അല്ലേ? 90 വയസ്സിലെത്തിയാലും ഇനിയും എനിക്ക് കുറച്ചു കാലം കൂടിയുണ്ട് എന്ന് ചിന്തിക്കാനാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. ഒരു രസകരമായി ആളുകൾ പറയാറുണ്ട്, ഏതെങ്കിലും ഒരു പത്രത്തിൽ ഒരു ദിവസം ഒരു ഭൂമി കുലുക്കത്തെ കുറിച്ചുള്ള ഒരു വാർത്ത വായിച്ചു എന്ന് വിചാരിക്കാം. ഒരു പ്രളയത്തെക്കുറിച്ച്, വയനാട് മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടായ പ്രളയത്തെക്കുറിച്ചുള്ള വാർത്ത വായിച്ച് അടുത്ത ദിവസം നമ്മളിങ്ങനെ സങ്കല്പിക്കാണ്, എന്റെ നാട്ടിൽ ഒരു പ്രളയമുണ്ടായാൽ, ഒരു ലാൻഡ് സ്ലൈഡ്, ഒരു മണ്ണിടിച്ചിലുണ്ടായാൽ, ഒരു ഉരുൾപൊട്ടലുണ്ടായാൽ നമ്മളത് മനസ്സിൽ ഭാവനയിൽ കാണുമ്പോൾ അതിന്റെ അവസാനത്തെ ഉത്തരം എന്തായിരിക്കും അറിയോ? ഞാൻ രക്ഷപ്പെട്ടു എന്നതായിരിക്കും. ഒന്ന് ചിന്തിച്ചു, എങ്ങനെങ്കിലും അത്ഭുതകരമായി ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ടാവും. അത് മനുഷ്യന്റെ ഉള്ളിലെ ഒരു ചിന്തയാണ്. അത് എന്നെ ഒരു അപകടവും ബാധിക്കൂല, ഞാൻ ഇനി കുറെ കാലം ജീവിക്കാനുള്ളതാണ്. നമുക്കറിയോ, മാതാ തക്സിബു അദാ, നാളെന്ത് നടക്കുമെന്ന് ഒരാൾക്കും അറിയില്ല. നമ്മൾ കെട്ടിയുണ്ടാക്കിയ കൊട്ടാര സമാനമായ വീട്ടിലെ വിശാലമായ ബെഡ്റൂമിലെ സുന്ദരമായ മെത്തയിൽ AC-യുടെ ശീതീകരിച്ച മുറിയുടെ AC-യുടെ തണുപ്പ് കൊണ്ട് കടന്നു മരിക്കും എന്ന് ഉറപ്പ് പറയാൻ കഴിയുന്ന ആരവിടെ ഉള്ളത് സുഹൃത്തുക്കളെ? ആർക്കെങ്കിലും കഴിയോ? ആർക്കാണ് ഉറപ്പ് പറയാൻ സാധിക്കുക? ആർക്കും കഴിയില്ല. ഇത് എത്ര ഉണ്ട് എന്ന് പോലും ഞാൻ പറയുന്നത് നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയാത്ത, നമുക്ക് കണക്കാക്കാൻ കഴിയാത്ത നമ്മുടെ ഉള്ളിലെ, നമ്മുടെ കയ്യിലെ ഏറ്റവും വില പിടിച്ച സംഗതിയാണ് നമ്മുടെ ആയുസ്. പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, 40 ദിവസം കഴിയുമ്പോഴാണ് ഗർഭാശയത്തിന്റെ ചുമതലയുള്ള മലക്ക് അല്ലാഹുവോട് ചോദിക്കുക. ഒരു കുഞ്ഞ്, അത് ഹദീസുകളുടെ ഒരു മഹാത്ഭുതമാണ്. ആ ഹദീസ് പ്രവാചകനിലൂടെ അല്ലാഹു കാണിച്ചൊരു മുഅ്ജിസത്തും കൂടിയാണ് ആ ഹദീസ്. ഖുർആനിന്റെ മുഅ്ജിസാത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്, ഹദീസിന്റെ മുഅ്ജിസത്തുകളിൽപ്പെട്ടതാണ് ആ ഹദീസ് അല്ലെ? സ്ത്രീയുടെ പുരുഷന്റെയും ക്രോമസോമുകളുടെ അടിസ്ഥാനത്തിലാണ് ഒരു കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് പറയാൻ. പുരുഷന്റെ ക്രോമസോം X-ഉം Y ആണ്, അതിലെ സ്ത്രീയുടെ ക്രോമസോമിന്റെ X-നോട് ചേർന്ന പെണ്ണാവും, Y ആണ് പുരുഷന്റെ ക്രോമസോം ചേർന്നെങ്കിൽ ആണാകുന്നാണ് പറയുന്നത്. എന്നാൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഏറ്റവും ആധുനിക പഠനങ്ങൾ പറയുന്നത് 7 ആഴ്ച പിന്നിടുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു കുഞ്ഞിന്റെ ലിംഗം നിർണയിക്കപ്പെടുന്നതാണ്. 6 ആഴ്ച പിന്നിടുമ്പോൾ ലിംഗം നിർണയിക്കപ്പെടുന്നത്, അഥവാ 42 ദിവസം. ഹദീസിലുള്ളത് 40 ദിവസം കഴിയുമ്പോൾ മലക്ക് വന്ന് ചോദിക്കും അല്ലാഹുവിനോട്, ഇതാണാണോ പെണ്ണാണോ എന്ന്, ഇതിന്റെ റിസ്ക് എത്രയാണെന്ന്, ഇത് ഷഖിയാണോ സഈദാണോ, സൗഭാഗ്യവാനാണോ ദൗർഭാഗ്യവാനാണോ എന്ന്, ഈ കുഞ്ഞിന്റെ അജൽ എത്രയാണ്, ഈ കുഞ്ഞിന്റെ ആയുസ് എത്രയാണ്.
ആ ആയുസ് അവിടെ നിലനിൽക്കുക, ആ ആയുസ് അവിടെ നിലനിൽക്കുക. അതിൽ നിന്നൊരൽപ്പം പോലും കൂടുകയോ കുറയുകയോ ഇല്ല. ഞാൻ പറയുന്നത് ഏറ്റവും അമൂല്യമായത് ആ വയസ്സാണ്. അതിന്റെ കണക്ക് നമ്മുടെ കയ്യിലില്ല. അത് അവസാനിക്കുമ്പോ യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് ആശങ്കയാണ്, ഭയമാണ്. 24 പിന്നിട്ടപ്പോ എനിക്ക് അല്ലാഹു നിശ്ചയിച്ചു തന്ന, നമുക്ക് കണക്കറിയാത്ത നിർണയിക്കപ്പെട്ട ആയുസ്സിൽ നിന്നൊരു കൊല്ലം കൂടി കുറഞ്ഞുപോയി. 365 ദിവസം കൂടി കഴിഞ്ഞുപോയി. ഇനി ഇത് വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയുമോ? ഇത് ദീർഘിപ്പിക്കാൻ നമുക്ക് കഴിയുമോ? നിങ്ങൾ നോക്കി, ഒരു കൊല്ലം കൂട്ടി വാങ്ങാൻ അതിന്റെ വില എത്രയാണ്? വേണ്ട ഒരു മാസം അള്ളാഹുവിനോട് ആയുസ്സിൽ വർദ്ധിപ്പിച്ചു തരാനുള്ള വില എത്രയാണ്? ഒരു മണിക്കൂർ, ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്, ഒരു മൈക്രോ സെക്കൻഡ് നമ്മുടെ കയ്യിലുള്ള മുഴുവൻ സമ്പത്ത് കൊടുത്താൽ കൂട്ടിത്തരുമോ? ഈ ലോകത്തെ മുഴുവൻ സമ്പത്തിന്റെയും ഉടമ നമ്മളാണെന്ന് സങ്കല്പിക്കുക. നമ്മൾ സങ്കല്പിച്ചു, ഈ ലോകത്തെ മുഴുവൻ സമ്പത്തിന്റെയും ഉടമ നമ്മളാണ്. എന്നിട്ട് ആ പണം മുഴുവൻ കൊടുത്താൽ എത്ര സമയം നമുക്ക് കൂട്ടിക്കിട്ടാൻ ഇവിടെ മാർഗമുണ്ട്? ലോകത്തെ ലക്ഷക്കണക്കിന് കോടി ആസ്തിയുള്ള ഇലോൺ മസ്കിന് എത്ര രൂപ കൊടുത്താൽ അയാളുടെ ആയുസ് കൂട്ടിക്കിട്ടും? എന്ത് കൊടുത്താൽ, മുഴുവൻ സമ്പാദ്യം ചെലവഴിച്ചാലും ഒരു മിനിറ്റോ ഒരു സെക്കൻഡോ കൂട്ടിക്കിട്ടില്ല. ഞാൻ പറഞ്ഞ സഹോദരങ്ങളെ, ഈ ഒഴുക്കിനിടയിൽ നമ്മൾ മറന്നുപോകുന്ന പലതുമുണ്ട്. കാലകം ലഭിസ്തും, പരലോകത്ത് മനുഷ്യനോട് അല്ലാഹു ചോദിക്കും, നിങ്ങൾ എത്ര കാലം ജീവിച്ചു? ഫിൽ അർളി അദദ സിനീൻ, ഭൂമിയിൽ നിങ്ങൾ ജീവിച്ച കാലത്തിന്റെ കണക്കൊന്ന് പറയാമോ? ഖാലൂ ലബിസ്നാ യൗം ഔ ബഅദ യൗമ, ഖാലൂ ലബിസ്നാ യൗമൻ ഔ ബഅദ യൗമിൻ ഫസ്അലിൽ ആദീൻ. എണ്ണുന്നവൻ എണ്ണട്ടെ, ഒന്ന് ചോദിച്ചു. ഒരു ചെറിയ സമയം, ഒരു ദിവസത്തിന്റെ ഒരു ഭാഗം. 100 കൊല്ലം ജീവിച്ചവൻ, 150 കൊല്ലം ജീവിച്ചവൻ, 90 വർഷം ജീവിച്ച ആള് പറയാം, ഒരു ദിവസം ഇല്ല അശിയതൻ ഔ ദുഹാഹ, ഒരു സൂര്യോദയം മുതൽ ളുഹറിനിടയിലുള്ള ഒരു സമയം മാത്രമല്ലേ എനിക്ക് ദുനിയാവ് ഉണ്ടായിട്ടുള്ളൂ. ഒരു ഇശാഇന്റെ, ഒരു രാവിലെ സമയം മാത്രമല്ലേ ഞാൻ ദുനിയാവിൽ ഉണ്ടായിട്ടുള്ളൂ എന്ന് പരലോകത്ത് മനുഷ്യൻ പറഞ്ഞു പോകും. അത്രമേൽ വിലപ്പെട്ടതാണ്, അല്ലെങ്കിൽ എണ്ണപ്പെട്ടതാണ് ഭൂമി ലോകത്തെ മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത്. അത്രമേൽ എണ്ണപ്പെട്ടതാണ് മനുഷ്യന്റെ ഭൂമി ലോകത്തെ ആയുസ് എന്ന് പറയുന്നത്. അത് കൂട്ടാനോ കുറക്കാനോ നമുക്ക് കഴിയില്ല. പൊതുവിൽ മനുഷ്യൻ ദിവസം കണക്കാക്കുന്നത് സൂര്യന്റെ ചലനമനുസരിച്ചാണ്. എന്നാൽ സൂര്യനെ പിടിച്ചു നിർത്താൻ ഭൂമിയുടെ കറക്കമനുസരിച്ചാണ്. ഭൂമിയുടെ കറക്കം പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയോ? രാവിനെ പകലാക്കാനോ പകലിനെ രാവാക്കാനോ നമുക്ക് സാധിക്കുമോ? പകലിന്റെ ദൈർഘ്യം കൂട്ടാനോ കുറക്കാനോ നമുക്ക് കഴിയുമോ? സഹോദരങ്ങളെ, നമ്മൾ നിസ്സഹായരാണ്. ഒരു വർഷം കഴിഞ്ഞു പോയാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ വില കൊടുത്തു വാങ്ങാൻ കഴിയാത്ത ജീവിതം, ഭൂമി ലോകവും പ്രപഞ്ചം മുഴുവനും കൊടുത്താലും നമുക്ക് നേടിയെടുക്കാൻ കഴിയാത്ത ആ സമ്പത്തിന്റെ വിലപ്പെട്ട ഒരു ഭാഗം കഴിഞ്ഞു എന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ. പക്ഷേ പലപ്പോഴും നമ്മൾ ഇതിനെ കുറിച്ചൊന്നും ആലോചിക്കാറില്ല. മഹാനായ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് പറയാറുണ്ട്, ലഖദ് അദ്റക്തു അഖ്വാമൻ. ഹസൻ അൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു താബിഈ പണ്ഡിതനാണ്. അദ്ദേഹം സ്വഹാബിമാരെ കണ്ടിട്ടുണ്ട്. സ്വഹാബിമാരെ കുറിച്ച് പറയും, ഞാനൊരു സമൂഹത്തെ കണ്ടിട്ടുണ്ട്. കാന അഹദുഹും അഹ്റസു അലാ വഖതിഹി മിൻഹു അലാ ദിർഹമിഹി, അവർ ദിർഹമുകളേക്കാൾ, ദീനാറുകളേക്കാൾ സമയത്തിന് വില കൽപ്പിച്ചിരുന്നവരാണ്. ദിർഹമല്ല അവർക്ക് വിലയുള്ളത്, ദീനാറുകൾക്കല്ല അവർ വില കൊടുത്തവർ അവരുടെ ആയുസ്സിനാണ്, സമയത്തിനാണ് അവർ വില കൽപ്പിച്ചിരുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന വാചകമുണ്ട്, മാ നദിംതു അലാ ഷൈഇൻ നദമി അലാ യൗമിൻ ഗറബതു ഫീഹി ശംസുഹു. ഒരു പകലിൽ സൂര്യൻ അസ്തമിച്ചാൽ അന്ന് എനിക്കുണ്ടാകുന്ന ദുഃഖം എന്തിനെ കുറിച്ചാണെന്നറിയാമോ? നഖസ ഫീഹി അജലി വലം യസ്ദദ് ഫീഹി അമലി. എന്റെ ആയുസ്സിൽ നിന്നൊരു ദിവസം കടന്നുപോയി, പക്ഷെ എന്റെ അമല് വർദ്ധിച്ചിട്ടില്ലല്ലോ, എന്റെ സൽക്കർമ്മം കൂടിയിട്ടില്ലല്ലോ എന്നതിനെ കുറിച്ച് മാത്രമാണ് ഒരു ദിവസം അവസാനിക്കുമ്പോ പലപ്പോഴും ഞാൻ ചിന്തിക്കാറുള്ളത്. സഹോദരങ്ങളെ, നമ്മൾ ഇങ്ങനെയൊന്നും ചിന്തിക്കണില്ല. നമ്മളൊരു ഓട്ടത്തിലാണ്, ഒരു ഒഴുക്കിലാണ്, അതിലിങ്ങനെ ഒഴുകിപ്പോവുകയാണ്.
അതിലിങ്ങനെ ഒഴുകി ഒഴുകി മനുഷ്യൻ ആ ഒഴുക്കിനൊപ്പം ഇങ്ങനെ ഒഴുകിപ്പോവുക. അതിൽ നിന്ന് ഒന്ന് മാറി നിന്ന് എന്റെ പോക്ക് എങ്ങോട്ടാണ്, എന്റെ കർമ്മങ്ങൾ എന്തൊക്കെയാണ്, ഇതെവിടെയാണ് എനിക്ക് പ്രയോജനപ്പെടുക, ഇതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ എന്തൊക്കെയാണ്, ഞാൻ ഇപ്പൊ പോണ പോലെ പോയാ മതിയോ, ഇങ്ങനെ ജീവിച്ചു പോയ അതിന്റെ അവസാനം എന്തായിരിക്കും, ഇതല്ലാത്ത ഒരു ജീവിതമാണെങ്കിൽ അതിന്റെ അവസാനം എന്തായിരിക്കും? നമ്മളൊന്ന് സ്വയം ആലോചിച്ച് നോക്കി. നമ്മളോടൊന്ന് ചോദിച്ചു, ഞാൻ ഈ പോണ പോക്ക് പോയാൽ ഇതിന്റെ ഭാവി എന്തായിരിക്കും? ഞാൻ ആവർത്തിച്ചു പറയുന്നു, നമ്മൾ ഇന്നൊരു 10 വട്ടെങ്കിലും നമ്മോട് ചോദിക്കണം, നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കണം നമ്മുടെ ജീവിതത്തെ കുറിച്ച്. എന്റെ ഈ സഞ്ചാരത്തിന്റെ പര്യവസാനം എന്തായിരിക്കും? ഇങ്ങനെ പോയാൽ എന്റെ അവസാനം എന്തായിരിക്കും? അങ്ങനെ മാറി നിൽക്കാൻ പലപ്പോഴും മനുഷ്യന് കഴിയുന്നില്ല. ആളുകൾ ഭൗതികതയ്ക്ക് പുറകെയാണ്, ദുനിയാവിന് പുറകെയാണ്, സമ്പത്തിന് പുറകെയാണ്, ഇതിന്റെ ആസ്വാദനങ്ങൾക്ക് പുറകെയാണ്. സഹോദരങ്ങളെ, ഈ ആസ്വാദനത്തിനൊരു അവസാനമുണ്ടോ? പണം മനുഷ്യനെ എപ്പോഴാണ് ഒരാൾ മതിയായി എന്ന് പറയില്ല. അത് കൂടുന്തോറും ആവശ്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. ഒരാൾ ദുനിയാവ് ആസ്വദിച്ച് പോയാലും എപ്പോഴാ എനിക്കിത് ആസ്വദിച്ച് മടുത്തു എന്ന് പറയാം? മടുക്കൂല. അതൊന്ന് കിട്ടിയ അതിന്റെ അപ്പുറത്തേക്ക് മനുഷ്യൻ ചിന്തിക്കും. അതിന്റെ എല്ലാ അപകടങ്ങളിലും കടന്ന് കുടുങ്ങിപ്പോകുമ്പോഴാണ് ആളുകൾക്കൊരു ഒന്ന് മാറി ചിന്തിക്കാൻ ചിലർക്കെങ്കിലും ഒരു ഭാഗ്യം ഉണ്ടാവും. അല്ലെങ്കിലോ ഇതിലങ്ങനെ മുഴുകിക്കഴിഞ്ഞു പോകും. അല്ലേ? ദുനിയാവിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞ എന്താ? അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. സമ്പത്ത് ഇങ്ങനെ എണ്ണി കണക്കാക്കിക്കൊണ്ടിരിക്കും. അതിലൊരു വല്ലാത്ത ആസ്വാദനമുണ്ട്. യഹ്സബു അന്ന മാലഹു അഖ്ലദ. തന്റെ ഭൗതിക വിഭവങ്ങൾ തന്നെ ഈ ഭൂമി ലോകത്ത് ശാശ്വതമാക്കും, മരിക്കാത്ത ഒരു ജീവിതം നൽകുമെന്നാണ് അവൻ വിചാരിക്കുന്നത്. കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ. വേണ്ട, അവൻ ഹുതമയിൽ എറിയപ്പെടും. വമാ അദ്റാക മൽ ഹുതമ. അവനിക്കറിയാമോ, നിനക്കറിയാമോ എന്താണ് ഹുതമയെന്ന്? നാറുല്ലാഹിൽ മുഖദ. അത് കത്തിയാളുന്ന, കത്തിജ്വലിക്കുന്ന നരകാഗ്നിയാണ്. അല്ലതി തത്വലിഉ അലൽ അഫ്ഇദ. ആ നരകാഗ്നിയുടെ തീജ്വാലകളുണ്ടല്ലോ, അതവന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കത്തിപ്പടരും. ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കത്തിപ്പടരുന്ന നരകാഗ്നിയാണ് ഹുതമ. ഭൗതികത ആസ്വദിച്ച് അതിന്റെ പളപളപ്പിൽ മുഴുകി അതിങ്ങനെ വെട്ടിപ്പിടിക്കാനുള്ള ദീന് മറന്ന്, മതം മറന്ന്, ഖുർആൻ മറന്ന്, സുന്നത്ത് മറന്ന്, പ്രവാചക ജീവിതം മറന്ന്, നിസ്കാരം മറന്ന്, നോമ്പ് മറന്ന്, സ്വതക്ക മറന്ന്, ഖുർആനിനെ മറന്ന്, ദിക്റുകൾ മറന്നുള്ള ഓട്ടമുണ്ടല്ലോ, ഇത് മതി എനിക്ക് എന്നൊരു മനുഷ്യൻ ചിന്തിക്കുമ്പോ അവന്റെ ഇടം നാളെ പരലോകത്ത് ഹുതമയായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തും. സഹോദരങ്ങളെ, ദുനിയാവിന് അള്ളാന്റെ അടുക്കലുള്ള വില എത്രയാണ് അല്ലേ? നമ്മളിതിങ്ങനെ ആസ്വദിച്ചിങ്ങനെ പോകുമ്പോ, നമ്മളിങ്ങനെ ആസ്വദിച്ച് പോകുമ്പോ ദുനിയാവിന് അള്ളാന്റെ അടുക്കലുള്ള വില എത്ര? നിങ്ങൾ നോക്കി, പ്രവാചകൻ പറഞ്ഞത് മൗദിഉ സൗതി അഹദികും മിനൽ ജന്നതി ഖൈറും മിനദ് ദുനിയ വമാ അലൈഹാ. നിങ്ങളുടെ കയ്യിലെ ഒരു ചാട്ടവാറ് വെക്കാനുള്ള ഇടം സ്വർഗത്തിലെ നിങ്ങളുടെ കയ്യിലെ ഒരു ചാട്ടവാറ് വെക്കാനുള്ള ഇടം ഈ ദുനിയാവും അതിലുള്ള മുഴുവനും അതിനേക്കാൾ ഉത്തമമാണ്. സ്വർഗത്തിലെ ഒരു ചാട്ടവാറ് വെക്കാനുള്ള സ്ഥലം. ഇമാം ബുഖാരി, മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. നമ്മുടെ കയ്യിലെ ഒരു ചാട്ടവാറ് വെക്കാൻ സ്വർഗത്തിൽ എത്ര സ്ഥലം വേണ്ടി വരും? ഈ ദുനിയാവ് മുഴുവൻ കിട്ടുന്നതിനേക്കാൾ ഉത്തമമാണത് എന്ന് പറഞ്ഞത്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് പ്രസിദ്ധമാണ്. മറ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിജദിൻ അസക്ക മയ്യിത്തിൻ. ഒരു ചത്തുകിടക്കുന്ന ചെവി കീറിപ്പോയിട്ടുള്ള ഒരു ആടിന്റെ അരികിലൂടെ നബി ഇങ്ങനെ നടന്നുപോയി. ഫതനാവലഹു ഫഅഖദ ബിഉദ്നിഹി. അതിന്റെ ചെവി ഇങ്ങനെ പിടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുക്കും യുഹിബ്ബു അന്ന ഹാദാ ലഹു ബിദിർഹം. ഒരു ദിർഹമിന് ആർക്കാണ് ഈ ചത്തുപോയ ചത്തുകിടക്കുന്ന വൈകല്യമുള്ള ആടിനെ ഇങ്ങനെ പിടിച്ചിട്ട് ആർക്കാണ് ഇതിന് ഒരു ദിർഹം വിലക്ക് ഇതിന് ആർക്കാ വേണ്ടത്? സ്വഹാബിമാര് പറഞ്ഞു, നബിയെ, ആരാണ് ഇതിനെ ഒരു ദിർഹമിന് വാങ്ങുക? മാ നുഹിബ്ബു അന്നഹു ലനാ ബിശൈഇൻ വമാ നസ്നഉ ബിഹി. ഞങ്ങൾ അതിനെ കൊണ്ട് എന്ത് ചെയ്യാനാണ്? ലൗകാന ഹയ്യൻ കാന ഐബൻ ഫീഹി. അത് ചത്തിട്ടില്ല, ജീവൻ ഉണ്ടെങ്കിൽ തന്നെ അതിന് വൈകല്യമുണ്ട്. ഇത് ചത്തതും കൂടിയാണ്. അതിന് ജീവൻ ഉണ്ടെങ്കിൽ തന്നെ അതിന് വൈകല്യമുണ്ട്. ഒരു ദിർഹമിന് ആരാധന വാങ്ങുക?
അപ്പൊ നബി പറഞ്ഞ വാചകം എന്താ? ഫവല്ലാഹി ലദ്ദുനിയ അഹ്വൻ അലല്ലാഹി മിൻ ഹാദാ അലൈക്കും. നിങ്ങൾ ഇതിന് നിങ്ങൾ കൊടുക്കുന്ന ഒരു വില ഉണ്ടല്ലോ, ഈ വൈകല്യമുള്ള ചത്ത് കിടക്കുന്ന ഈ ആടിന് നിങ്ങൾ കൊടുക്കുന്ന വില അള്ളാഹുവിന്റെ അടുക്കൽ ദുനിയാവിന് ഇത്ര വില പോലുമില്ല. അള്ളാഹുവിന്റെ അടുക്കൽ ദുനിയാവിന്, പരലോകത്തേക്കാൾ ദുനിയാവിന് നിങ്ങൾ ഈ ചത്ത് കിടക്കുന്ന വൈകല്യമുള്ള ആട്ടിൻകുട്ടി കൊടുക്കുന്ന വില പോലും അള്ളാഹ് കൊടുക്കുന്നില്ല. അത്ര നിസ്സാരമാണ്, അത്ര നിസ്സാരമാണത്. ലാ തൻസ നസീബക മിനദ് ദുനിയ ആയത്തുണ്ട്, ഹദീസുണ്ട്. നിങ്ങൾ ദുനിയാവിൽ നിന്നുള്ള നിങ്ങളുടെ വിഹിതം മറക്കണ്ട. ഇവിടെ എല്ലാം ഉപേക്ഷിച്ച് കാട് കയറണമെന്നല്ല പറയുന്നത്. ഇവിടെ നമുക്ക് സമ്പാദിക്കുന്നതിന് അള്ളാഹു പരിധി വെച്ചിട്ടില്ല. അള്ളാഹു ഹലാലാക്കിയ ഏതെങ്കിലും ഒരു ആസ്വാദനങ്ങളെ വേണ്ടെന്ന് വെക്കണമെന്നല്ല പറഞ്ഞത്. റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഫിൽ ആഖിറതി ഹസന. ദുനിയാവിൽ നല്ലത് തരണേ എന്നും മാത്രം പ്രാർത്ഥിക്കുന്ന ആളുകളുടെ അവർക്ക് പരലോകത്തൊന്നുമില്ല. ദുനിയാവിൽ തരണേ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം പരലോകത്തെ മറക്കരുതേ എന്നാണ് സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്. ദുനിയാവിനേക്കാൾ ഒരൽപ്പം നമ്മൾ പരലോകത്തിന് പരിഗണന കൊടുക്കണം. ദുനിയാവിനേക്കാൾ ഒരൽപ്പം നമ്മൾ പരലോകത്തിന് പരിഗണന കൊടുക്കണം. നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ കുടുംബം, നമ്മുടെ നാട്, നമ്മുടെ സമപ്രായക്കാർ, നമ്മുടെ സഹപ്രവർത്തകർ, നമ്മളെന്നും കാണുന്ന ആളുകൾ, അവരെ പോലെ ജീവിക്കാനല്ല നമ്മൾ മുസ്ലിങ്ങളായത്, നമ്മുടെ വിശ്വാസികളായത്, അല്ലേ? അവരെ പോലെ ജീവിക്കാനാണ്. ആസ്വാദനത്തിന്റെ എല്ലാ തലങ്ങളിലേക്കും ഇറങ്ങിച്ചെന്ന് അങ്ങനെ കഴിയുമ്പോ നമ്മൾ മറന്നുപോകും. പലതും നമ്മൾ നിസ്കരിക്കാൻ മറന്നുപോകും, നമ്മൾ ദീന് മറന്നുപോകും, നമുക്കൊന്നിനും സമയം ഉണ്ടാവില്ല, അല്ലെ? ഖുർആൻ ക്ലാസ്സിന് ആഴ്ചയിൽ വരെ നമുക്ക് സമയം ഉണ്ടാവോ? ഉണ്ടാവില്ല. എല്ലാ ഞായറാഴ്ച ഇവിടെ രാവിലെ 7:30 ഖുർആൻ ക്ലാസ് നടക്കും. എത്ര ആൾക്ക് വരാൻ പറ്റാറുണ്ട്? വിജ്ഞാന വേദികൾക്ക് പങ്കെടുക്കാൻ നമുക്ക് സമയം ഉണ്ടാവോ? ഇല്ല. നമുക്ക് കൂട്ടുകാരോടൊപ്പം ബിസിനസ് ടൂർ പോകാൻ സമയം ഉണ്ടാവും, അല്ലേ? നമുക്ക് മറ്റു പലതിനും സമയം ഉണ്ടാവും. സഹോദരങ്ങളെ, ഒരു പകല് മുഴുവൻ ഒരു കല്യാണത്തിന് ചെലവഴിക്കാൻ നമുക്ക് സമയം ഉണ്ടാവും. നമ്മളെ അടുത്ത ക്ഷണിക്കപ്പെട്ട കല്യാണത്തിന് പോകണ്ടെന്നല്ലോ പറഞ്ഞത്. എന്തറിയോ, അവിടെ നമുക്ക് കിട്ടുന്ന ഒരു ആസ്വാദനമുണ്ട്. ആ ആസ്വാദനത്തെ നമ്മൾ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു. എന്നാൽ അതേ ആസ്വാദനം ഖുർആൻ പഠിക്കുന്നിടത്ത് കണ്ടെത്താൻ നമുക്ക് പറ്റുന്നില്ല. അതേ ആസ്വാദനം ദീന് മനസ്സിലാക്കുന്നിടത്ത്, പഠിക്കുന്നിടത്ത് കണ്ടെത്താൻ നമുക്ക് കഴിയുന്നില്ല. പള്ളിക്കമ്മിറ്റിയുടെ യോഗത്തിന് വിളിച്ച ആള് വരൂല. എന്നാലോ നേർച്ചക്കും പൂരത്തിനും ചില ആളുകൾ മുന്നിലുണ്ടാവും. ഒരു മുന്നിലുണ്ടാവും. അവിടെ സമയം പ്രശ്നമല്ല. നിങ്ങൾ നോക്കി, സമയം എന്ന പ്രശ്നം എല്ലായിടത്തും ഒരേ അളവിലാണോ നമ്മൾ, ഒരേ മാനദണ്ഡമാണോ നമ്മൾ വെക്കുന്നത്? അല്ല. നമ്മളിങ്ങനെ കൂടികളാവുകയാണ്, ഒഴുകുകയാണ്. ഇമ്മാഅത്ത് എന്ന് പറയും, ഒപ്പം കൂടികളാവുകയാണ്. നാടൊഴുകുന്നതിനനുസരിച്ച് നമ്മളും ഒഴുകുന്നു. എല്ലാരും സിനിമയുടെ ലോകത്താ. അപ്പൊ കുറെ ചെറുപ്പക്കാർ അതിന്റെ പിന്നാലെയാണ്. എല്ലാരും കാശ്മീരിലേക്ക് ബുള്ളറ്റ് എടുത്ത് പോണ കൂട്ടത്തിലാ. അപ്പൊ ബാക്കിയുള്ളവരും അങ്ങനെയാണ്. ഒരു നാട് കാണണ്ടെന്നോ വിനോദയാത്രക്ക് പോണ്ടെന്നൊന്നല്ല, അതിന് ആവശ്യത്തിലേറെ പ്രാധാന്യം കൊടുക്കുന്നു. മനുഷ്യന്റെ ഏറ്റവും വിലപ്പെട്ടതിനെ അവൻ മറന്നുകളയുന്നു. നിങ്ങൾ നോക്കി, സഖറിലേക്ക് നോക്കിയിട്ട് ചില സ്വർഗത്തിലെ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മാ സലകകും ഫീ സഖർ. സ്വർഗം എന്ന് പറയുന്ന, സ്വർഗത്തിൽ കടന്ന് സഖർ എന്ന് പറയുന്ന നരകത്തിലേക്ക് നോക്കിയിട്ട് സ്വർഗത്തിലെ ആളുകൾ ചോദിക്കണം, ഫി ജന്നാതി യതസാഅലൂൻ. സ്വർഗത്തിൽ അവർ പരസ്പരം ചോദിച്ചു കൊണ്ടിരിക്കുന്നു, അനിൽ മുജ്രിമീൻ, കുറ്റവാളികളെ കുറിച്ച്. മാ സലകകും ഫീ സഖർ. സഖർ എന്ന് പറയുന്ന ആ കഠിനമായ നരകത്തിൽ നിങ്ങൾ എങ്ങനെ എത്തിപ്പെട്ടു എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ. ഞങ്ങൾ നിസ്കരിച്ചിരുന്നില്ല. നിസ്കരിക്കാൻ ഒരു സമയം കിട്ടിയില്ല, ഞങ്ങൾ നമസ്കരിച്ചിരുന്നില്ല. പിന്നെ വലം നകു നുത്ഇമുൽ മിസ്കീൻ. ഞങ്ങൾ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നില്ല. വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ. സഹോദരങ്ങളെ, ഈ ആയത്ത് നിങ്ങൾ ഹൃദയത്തിൽ കൊത്തിവെക്കണം. ഈ ആയത്ത് ഹൃദയത്തിൽ കൊത്തിവെക്കണം. ഞങ്ങൾ ആളുകൾ ഒഴുകുന്നതിനനുസരിച്ച് ഒഴുകിയിരുന്നവരായിരുന്നു. എല്ലാവരും ജീവിക്കണ പോലെ ജീവിക്കേണ്ടവരല്ല നമ്മൾ. നമ്മുടെ മാതൃക ഖുർആനാണ്, നമ്മുടെ മാതൃക പ്രവാചകനാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അല്ലാഹുവിന്റെ റസൂലിൽ നമുക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ആ മാതൃകയാണ് നമ്മൾ പിന്തുടരേണ്ടത്. അതല്ലാത്ത ഒരു ജീവിത ക്രമത്തിലേക്ക് വഴിമാറി പോയിട്ടുണ്ടോ എന്ന് മാറി നിന്ന് ചിന്തിക്കണം എന്നാണ് ഇന്നത്തെ ഖുത്ബയുടെ മെസ്സേജ്. നിങ്ങൾ മറക്കരുത്. ഒന്ന് മാറി നിന്ന് ചിന്തിക്കുക. പടച്ചോനെ, എന്റെ ജീവിതം എങ്ങോട്ടാ പോകുന്നത്, എന്റെ ജീവിതം എങ്ങോട്ടാണ്? ഒന്ന് മാറി ചിന്തിക്കുക.
എല്ലാവരും ചെയ്യുന്നത് പോലെ ഞാനും ചെയ്യും. വേഷവിധാനത്തിൽ ഇസ്ലാമിക മര്യാദ പാലിക്കുന്നില്ല, ഇസ്ലാമിക ഷിആറുകളോട് പുച്ഛമാണ്, അല്ലേ? പിന്നെന്താ? ഇസ്ലാമിക അധ്യാപനങ്ങൾ ജീവിതത്തിൽ പാലിക്കുന്നിടത്ത് അലസതയാണ്, ആരാധനകളോട് വേണ്ടത്ര ഒരു നിസ്സംഗ മനോഭാവമാണ്, അതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല. എന്താ എല്ലാറ്റിനും പറയാനുള്ള കാരണം? സമയമില്ല. എന്നാൽ മറ്റു ആസ്വാദനങ്ങൾക്കോ മനുഷ്യന്റെ കയ്യിൽ ധാരാളം സമയമുണ്ട്. നിങ്ങൾക്ക് സൂറത്തു പിന്നെ മുദ്ദസ്സിൽ ആയത്തുകളാണ് ഓതി വെച്ചത്. ഞങ്ങൾ കൂടക്കൂടികളായിരുന്നു എന്ന് മനുഷ്യൻ പറയുന്ന വാചകങ്ങൾ, അതിന്റെ 56 വരെയുള്ള 40 മുതൽ 56 വരെയുള്ള ആയത്തുകൾ നമ്മുടെ കണ്ണു തുറപ്പിക്കുന്ന വാചകങ്ങളാണ്. ഫമാ തൻഫഉഹും ശഫാഅത്തു ശാഫിഈൻ. അന്ന് പരലോകത്ത് ഒരു ശുപാർശകന്റെ ശുപാർശയും അവർക്ക് ഉപകാരം ചെയ്യുകയില്ല. ഫമാലഹും അനി തദ്കിറതി മുഅരിദീൻ. എന്താ അവർക്ക് പറ്റിയത്? അവർ ഉത്ബോധനങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞവരായിരുന്നു. ആയത്ത് അവർ കേട്ടിട്ടുണ്ട്, ഖുർആൻ ക്ലാസ് കേട്ടിട്ടുണ്ട്, വഅദ് കേട്ടിട്ടുണ്ട്, വിജ്ഞാന സദസ്സിൽ പങ്കെടുത്തിട്ടുണ്ട്, ഖുതുബ കേട്ടിട്ടുണ്ട്, പക്ഷെ ജീവിതത്തിൽ സ്വാധീനിക്കുന്നില്ല. അത് കേട്ട് മറന്നുപോയി. ഒരു ചെവിയിലൂടെ കേട്ട് അടുത്ത ചെവിയിലൂടെ വിട്ടു. ഒന്നും ജീവിതത്തിലേക്ക് എടുക്കാനുള്ള തൗഫീഖ് നഷ്ടപ്പെട്ടവരായി മാറി. സഹോദരങ്ങളെ, അതൊരു തൗഫീഖാണ്. ദീൻ കേട്ടാൽ, അല്ലാഹുവിന്റെ ഒരു മുന്നറിയിപ്പ് കേട്ടാൽ, പ്രവാചകന്റെ ഒരു ഉത്ബോധനം കേട്ടാൽ അതിനെ ഹൃദയത്തിലേക്ക് എടുത്തു വെച്ച്, പടച്ചോനെ ഞാനൊന്ന് ശ്രമിക്കട്ടെ, ഒന്ന് ജീവിക്കാൻ, ദീനനുസരിച്ച് ജീവിക്കാൻ ഒന്ന് ശ്രമിക്കട്ടെ എന്നെങ്കിലും ചിന്തിക്കണം. അതൊരു തൗഫീഖാണ്. ആ തൗഫീഖ് പോലും നഷ്ടപ്പെട്ട മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എന്തു പറയാനാണ്? എന്തുകൊണ്ടാ കൂടക്കൂടികളായത്? അവർ ഉത്ബോധനങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞു. ഇതുപോലെ ഒരു സിംഹത്തെ ഭയന്ന്, സിംഹം പേടിക്കുമോ എന്ന് പറഞ്ഞ് ഭയന്ന് വിറളി പിടിച്ചോടുന്ന കഴുതകളെ പോലെ അവർ ഉത്ബോധനങ്ങളിൽ നിന്ന്, ദീനിയായ മതപരമായ ഉപദേശങ്ങളിൽ നിന്ന് ഓടിപ്പോവുകയാണ്. ബൽ യുരീദു കുല്ലു ഇംറിഇൻ മിൻഹും മയുതാ സുഹഫൻ മുനശ്ശറ കല്ലാ ബൽ ലാ യഖാഫൂനൽ ആഖിറ. അവർക്ക് നല്ല ഒരു കർമ്മരേഖ പരലോകത്ത് കിട്ടണമെന്നാണ് അവർ വിചാരിക്കുന്നത്. എന്നാൽ അവർ ഒരിക്കലും പരലോകത്തെ ഭയപ്പെട്ടിരുന്നവരായിരുന്നില്ല. സ്വർഗം വരാണ്ടല്ലോ, നരകം വരാണ്ടല്ലോ, വിചാരണ വരാണ്ടല്ലോ, മീസാന് വരാണ്ടല്ലോ, സിറാത്ത് വരാണ്ടല്ലോ, പടച്ചോന്റെ മുന്നിൽ കണക്ക് പറയേണ്ടി വരുമല്ലോ എന്ന് ഭയപ്പെടാതെ ജീവിച്ചിരുന്ന ആളുകളായിരുന്നു അവർ. അത് വല്ലാത്തൊരു ദൗർഭാഗ്യകരമായ അവസ്ഥയാണ്. സുഹൃത്തുക്കളെ, ഉത്ബോധനങ്ങൾക്ക് കാതോർക്കണം. ജീവിതത്തിൽ കിട്ടുന്ന ഓർമ്മപ്പെടുത്തലുകളെ ഗൗരവപൂർവ്വം നമ്മൾ എടുക്കണം. ജീവിതത്തിൽ ഒരു തിരുത്തു വേണോ? നമ്മൾ സ്വയം ഒന്ന് ആലോചിക്കണം. തന്റെ ജീവിതത്തെ മറ്റാരൊക്കെയോ ആണോ നിയന്ത്രിക്കുന്നത്? നമ്മൾ ആലോചിക്കണം. ആസ്വാദനങ്ങൾക്ക് വേണ്ടിയല്ല നമ്മൾ ജീവിക്കുന്നത്, സ്വർഗത്തിന് വേണ്ടിയാണ്. പിന്നെ ദുനിയാവിനെ സംബന്ധിച്ച് പറഞ്ഞു, വമൽ ഹയാത്തുദ് ദുനിയ ഇല്ല മതാഉൻ ഗറൂർ. ഇതൊരു വഞ്ചിക്കുന്ന വിഭവമാണ്. ഇതിലാണ് മുഴുകിയാൽ പിന്നെ എല്ലാം മറന്നുപോകും. ദുനിയാവിന്റെ ആസ്വാദനത്തിനാണ് മുങ്ങിയാല് എല്ലാം മറന്നുപോകും. അത് സാരല്ല, അത്രയൊക്കെ മതി. നമ്മൾ ഓരോ ഇസ്ലാമിലെ ഓരോ കാര്യത്തെയും നമ്മൾ നിസ്സാരവൽക്കരിക്കും. മതവുമായി ബന്ധപ്പെട്ട ഓരോ കാര്യത്തെയും നമ്മൾ നിസ്സാരവൽക്കരിക്കും. ഒന്നിനും നമുക്കൊരു സീരിയസ്നെസ് ഉണ്ടാവില്ല. ഇതിലാണ് മുങ്ങിയത്. ദുനിയാവ് നമ്മളെ ചതിച്ചു കഴിഞ്ഞാൽ, ഇതങ്ങോട്ട് ആസ്വദിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ ദീനിലെ ഒരു കാര്യത്തിന് നമുക്കൊരു ഗൗരവം ഉണ്ടാവില്ല. വളരെ ശക്തമായി ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യങ്ങളെപ്പോലും വളരെ നിസ്സാരമായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അള്ളാഹു അത്തരം അവസ്ഥകളിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിനെ സൂക്ഷിച്ച് അല്ലാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അവന്റെ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി
നമ്മൾ സഞ്ചരിക്കുന്ന വഴി അത് പരലോക രക്ഷയ്ക്ക് നമുക്ക് ഉപകാരപ്പെടുന്നതാണോ, അതല്ല നമ്മെ നരകത്തിലേക്ക് എത്തിക്കുന്നതാണോ എന്നതിനെ സംബന്ധിച്ച് ഞാനും നിങ്ങളും ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. ഒന്ന് മാറി നിന്ന് ചിന്തിക്കുക. ഞാൻ ഇപ്പൊ പോയാൽ മതിയോ? ഇപ്പോൾ ഞാൻ സഞ്ചരിക്കുന്ന വഴി എങ്ങോട്ടായിരിക്കും? ഇതിന്റെ പര്യവസാനം എന്തായിരിക്കും എന്ന് ഒന്ന് സ്വയം വിചാരണ നടത്താൻ ഈ സമയത്തെ ഉപയോഗപ്പെടുത്തണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹുവിനോട് നമ്മൾ തഖ്വ ചോദിച്ചുകൊണ്ടേയിരിക്കണം. പടച്ചോനെ തഖ്വ തരണേ നമ്മൾ അല്ലാഹുവോട് പ്രാർത്ഥിക്കാം. നമ്മൾ നോക്കി എത്ര പ്രാർത്ഥനകളാണ് വിശുദ്ധ ഖുർആനും ഹദീസുകളൊക്കെ നമ്മൾ പഠിപ്പിച്ചത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. പടച്ചോനെ മുത്തഖീങ്ങളുടെ മുന്നിൽ നിൽക്കുന്നവരാക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. പടച്ചോനോട് നമ്മൾ തഖ്വ ചോദിച്ചുകൊണ്ടേയിരിക്കണം, ഈമാൻ ചോദിച്ചുകൊണ്ടേയിരിക്കണം. രാവിലത്തെ പ്രാർത്ഥന പ്രവാചകൻ പഠിപ്പിച്ചു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. പടച്ചോനെ ഇൽമുൻ നാഫി എനിക്ക് നീ വർദ്ധിപ്പിച്ചു തരണേ. റിസ്ഖുൻ ത്വയ്യിബ്, എന്തെങ്കിലും ഭക്ഷണമായിട്ട് കഴിച്ചാൽ പോരാ, നല്ല ഭക്ഷണം, ഹലാലായ ത്വയ്യിബായ ഭക്ഷണം എനിക്ക് തരണേ. നിന്റെ അടുക്കൽ സ്വീകാര്യമായ അമലുകൾ തരണേ. പടച്ചോൻ സ്വീകരിക്കുന്ന കുറെ അമല് നമുക്ക് ചെയ്യാൻ പറ്റണം. ദീനിനു വേണ്ടി ചെയ്യുന്നത്, മതത്തിന് വേണ്ടി ചെയ്യുന്നത്, അതൊന്നൊരു ഭാരമല്ല. നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു അവസരമാണ്. ആ അവസരം ഉണ്ടാകണേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എല്ലാറ്റിലും എങ്ങനെങ്കിലും മുങ്ങി ഒഴിഞ്ഞു മാറി രക്ഷപ്പെട്ടു പോണേന്നല്ല, പടച്ചോനെ എനിക്ക് സ്വീകാര്യയോഗ്യമായ അമല് തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലേ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ, അല്ലാഹു എനിക്ക് സന്മാർഗ്ഗം തരണേ. വത്തുഖാ, എനിക്ക് നീ തഖ്വ നൽകണമേ. വൽ അഫാഫ വൽ ഗിന, എനിക്ക് നീ നിരാശ്രയത്വം, മറ്റൊരാളെ ആശ്രയിച്ച് ജീവിക്കേണ്ടതില്ലാത്ത വിധമുള്ള ഒരു നിരാശ്രയത്വം, സമ്പന്നത എനിക്ക് നൽകണേ. എനിക്കൊരു വിശുദ്ധി, ജീവിത വിശുദ്ധി, ലൈംഗികമായ തെറ്റുകളിൽ നിന്ന് മുക്തമായ ജീവിത വിശുദ്ധി നൽകണേ. ഹദീസിൽ സ്ഥിരപ്പെട്ട പ്രാർത്ഥനയാണ്, നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ, അല്ലാഹുവേ എന്റെ മനസ്സിന് നീ അതിന്റെ തഖ്വ നൽകണേ, ഭക്തി നൽകണേ. വസക്കിഹാ, നീ അതിനെ സംസ്കരിക്കണമേ. വ അൻത ഖൈറു മൻ സക്കാഹ, നീയാണ് ഏറ്റവും നന്നായി മനസ്സിനെ സംസ്കരിക്കുന്നവൻ. ഏതെങ്കിലും 2-3 പ്രാർത്ഥന നമ്മൾ എടുത്ത് മനസ്സറിഞ്ഞ് പടച്ചവനോട് പ്രാർത്ഥിക്കാം. നിസ്കാരത്തിൽ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയത്തിൽ തൊട്ട് പ്രാർത്ഥിക്കുക. പടച്ചവനോട് ആത്മാർത്ഥമായി പറയാം, അല്ലാഹുവേ നേരായ മാർഗത്തിലാക്കണം. അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗം, അത് പ്രവാചകന്മാരുടെ മാർഗമാണ്, അത് സ്വാലിഹീങ്ങളുടെ മാർഗമാണ്, അത് ശുഹദാക്കളുടെ രക്തസാക്ഷികളുടെ മാർഗമാണ്, അത് സിദ്ദീഖീങ്ങളുടെ മാർഗമാണ്. ആ മാർഗം അല്ലാഹുവോട് നമ്മൾ മനസ്സറിഞ്ഞ് ചോദിക്കണം. തീർച്ചയായും അല്ലാഹു ആ നേരായ മാർഗത്തിലേക്ക് നമ്മെ വഴി നടത്തും. അങ്ങനെയുള്ളവരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. 4 ആളുകളാണ് നമ്മളോട് പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്തത്. നമ്മൾ അവർക്കെല്ലാവർക്കും വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മുടെ രാത്രി നമസ്കാരങ്ങൾക്ക് ശേഷവും ഫർദ് ശേഷമൊക്കെ പ്രാർത്ഥിക്കണം. പലപ്പോഴും നമ്മുടെ ദഅവാ സംവിധാനങ്ങൾക്കൊക്കെ എനിക്ക് വളരെ പ്രിയപ്പെട്ട നമ്മുടെ ഒരു സഹോദരന്റെ ഉമ്മ, അവര് കുറച്ച് പ്രായമുണ്ട്, അതോടൊപ്പം കുറച്ച് വലിയൊരു ക്രിട്ടിക്കൽ അവസ്ഥയിലാണ് ആശുപത്രിയിൽ കഴിയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഈ പള്ളിയും ഇവിടുത്തെ ദഅവാ സംവിധാനങ്ങളോടൊക്കെ സഹകരിച്ച് വളരെ നന്നായി പ്രവർത്തിച്ചു നമ്മുടെ ഒരു സഹോദരൻ. അദ്ദേഹം ഒരാഴ്ച കഴിഞ്ഞാൽ ഒരു സർജറിക്ക് വിധേയമാവുകയാണ്. നമ്മുടെ പള്ളിയിൽ സ്ഥിരം വരുന്ന ഒരു സഹോദരന്റെ ഭാര്യ ഹോസ്പിറ്റലിലാണ്. 2 ആളുകളുടെ ഭാര്യമാർ ആശുപത്രികളിലാണ്. നമ്മുടെ ബഹുമാന്യനായ ഹാരിസ് ബിൻ സലീം, അദ്ദേഹം രോഗവുമായി ബന്ധപ്പെട്ടപ്പോൾ വീട്ടിലാണ്, ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലാണുള്ളത്. അല്ലാഹു എല്ലാവർക്കും രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പൂർണ്ണമായ ശിഫ നൽകി ആരോഗ്യത്തോടു കൂടി നമ്മിലേക്ക് തിരിച്ചു വരാൻ അല്ലാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മുടെ സ്നേഹനിധികളായ മാതാപിതാക്കൾ, ആദർശ ബന്ധുക്കൾ, കുടുംബ ബന്ധുക്കൾ, അല്ലാഹു എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ
منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وادخلنا الجنة يا رب العالمين. اللهم أعز الإسلام والمسلمين وأذل الشرك المشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم صل على محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.